അംഗൻവാടി ടീച്ചർമാർ വർക്കർമാർ പിന്നെ ടീച്ചർമാരും വർക്കർമാരും വന്നു. പിന്നെ മറ്റുള്ള രണ്ട് തരം സ്റ്റാഫാണ് ഉള്ളത്. അവർ നമ്മൾ ടീച്ചർമാരെന്നും പറയാറുണ്ട്, കാര്യങ്ങളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നവരാണ് ടീച്ചർമാരെന്നും പറയാറുണ്ട്, പിന്നെ വർക്കർമാരെന്നും പറയാറുണ്ട്. അപ്പോൾ അംഗൻവാടിയുടെ വർക്കർമാരും അതുപോലെ തന്നെ ആയമാരും അങ്ങനെയുള്ള പോസ്റ്റിലൊക്കെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് 3-4 വീഡിയോ ചെയ്തു. നമ്മൾ ഒരു 5-6 വീഡിയോ ചെയ്തു. അപ്പോഴാണ് പുതിയ വിവരങ്ങൾ വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു തമാശയുള്ളൊരു വീഡിയോ ആണ് ഇത്. വളരെ തമാശയാണ്. 5 രൂപയാണ് ഒരു കുട്ടിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അനുവദിക്കുന്നത്. 5 രൂപ എന്ന് പറഞ്ഞാൽ 20 കുട്ടികളുണ്ടെങ്കിൽ 100 രൂപ കിട്ടും. അപ്പോൾ ഈ 100 രൂപയിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്തൊക്കെയെന്നറിയാവോ? 20 കുട്ടികളുണ്ടെങ്കിൽ 100 രൂപ. 100 രൂപയ്ക്ക് കൊടുക്കേണ്ടത് ഒന്ന്, ന്യൂട്രി ലഡ്ഡു മുതൽ മുട്ട ബിരിയാണി വരെ പരിഷ്കരിച്ച മെനു ഇറക്കിയിട്ടുണ്ട്. നല്ല രസമാണ്. രാവിലത്തെ ഭക്ഷണം പാൽ, പിടി, കൊഴുക്കട്ട, ഇലേട. ഉച്ചഭക്ഷണം ചോറ്, ചെറുപയർ, കറി, ഇലക്കറി, ഉപ്പേരി, തോരൻ. പൊതുഭക്ഷണം ധാന്യം, പരിപ്പ്, പായസം. പ്രാതൽ ന്യൂട്രി ലഡു. ഉച്ചഭക്ഷണം അടുത്ത ദിവസമാണ് മുട്ട ബിരിയാണി, മുട്ട പുലാവ്, ഫ്രൂട്ട് കപ്പ്, റാഗി അട. ചൊവ്വാഴ്ച ആകുമ്പോൾ. ബുധനാഴ്ച ആകുമ്പോൾ പ്രാതലിന് കൊടുക്കുന്നത് പാൽപ്പിടി, കൊഴുക്കട്ട, ഇലയുടെ, കടല മിഠായി. അന്ന് പയർ കഞ്ഞി. ഉച്ചയ്ക്ക് വെജിറ്റബിൾ കിഴങ്ങ്, കൂട്ടുകറി, സോയ ഡ്രൈ ഫ്രൈ. എന്തൊരു സംവിധാനമാണ്. അടുത്തത് ബുധനാഴ്ച ആകുമ്പോൾ പാൽപ്പിടി, കൊഴുക്കട്ട, ഇലയുടെ, പയർ കഞ്ഞി, കിഴങ്ങ്. അന്ന് വീണ്ടും പൊതുഭക്ഷണമായിട്ട് ഇഡ്ഡലി, സാമ്പാർ, പുട്ട്, ഗ്രീൻ പീസ് കറി. അടുത്ത വ്യാഴാഴ്ച ആകുമ്പോൾ റാഗി, അരിയട, ഇലയപ്പം, റാഗി മുളപ്പിച്ച ചെറുപയർ, ചീരത്തോരൻ, സാമ്പാർ, മുട്ട, ഓംലെറ്റ്. കുട്ടികൾക്ക് വെള്ളിയാഴ്ച ആകുമ്പോൾ പാൽ കൊഴുക്കട്ട, ചോറ്, ചെറുപയർ കറി, അവിയൽ, ഇലക്കറി, തോരൻ. ഉച്ചഭക്ഷണം ഗോതമ്പ് നുറുക്ക്, പുലാവ്, ന്യൂട്രി ലഡ്ഡു. ശനിയാഴ്ച ആകുമ്പോൾ ന്യൂട്രി ലഡ്ഡു, വെജിറ്റബിൾ പുലാവ്, മുട്ട, റൈത്ത, ധാന്യ പായസം. എൻ്റെ പൊന്ന് തമ്പുരാനെ, 100 രൂപ അങ്ങോട്ട് 20 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികളുണ്ടെങ്കിൽ 50 രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് അവർക്ക് വാങ്ങേണ്ട സാധനങ്ങൾ എന്തൊരു മെനുവാണ്. ഈ മെനു ലോകത്ത് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ലോകത്ത് എല്ലായിടത്തും ഇങ്ങനെ ഒരു മെനു ഇറക്കിയിട്ട് ഈ മെനു ആണ് പബ്ലിക് സ്പീയറിൽ ഇടുകയും സോഷ്യൽ മീഡിയയിൽ ഇടുകയും മറ്റു സ്ഥലത്ത് യൂണിസെഫിലും മറ്റു സ്ഥലത്തൊക്കെ അയച്ചു കൊടുക്കും. അവർ വിചാരിക്കും കേരള സ്വർഗ്ഗമാണ്, നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ വളരെയധികം പോഷകമൂല്യമുള്ള, വളരെയധികം നല്ല തടിച്ച സുന്ദരന്മാരും സുന്ദരികളുമായ കൊഴുക്കട്ടകൾ പോലുള്ള പിള്ളേർ ഇങ്ങനെ വരും അംഗൻവാടി പോയാലെന്ന് ഒരു തോന്നലുണ്ടാക്കുകയും അവിടെ കൊടുക്കുകയുമില്ല. എന്നാൽ സാമ്പത്തികമുള്ള, അത്യാവശ്യം വീട്ടിൽ നിന്നൊക്കെ ചെറിയ സാമ്പത്തികമൊക്കെ എടുക്കാൻ പറ്റുന്ന കുറേ അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും ഒക്കെ ഉണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതൊന്നും പ്രശ്നമില്ല, നമ്മളെ കുട്ടികൾക്ക് എന്നു പറഞ്ഞ് 5-10 കുട്ടികൾക്കല്ലേ എന്ന് വിചാരിച്ച് ഇത് കൊടുക്കുന്നുമുണ്ട്. പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന അംഗൻവാടികൾക്ക് 7,000-ഓ 8,000-ഓ അല്ലെങ്കിൽ 13,000 രൂപയൊക്കെ ശമ്പളം കിട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ദിവസം ഇത്രയും മെനു കൊടുക്കണമെങ്കിൽ, ഓരോ ദിവസവും ഇത്രയും മെനു കൊടുക്കണമെങ്കിൽ ഒരാഴ്ചയിൽ എത്ര രൂപയാണ് കയ്യിൽ വേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ല. ചുമ്മാ തള്ളി മറിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്നത്. വീണ ജോർജ് ഇത് അറിയുന്നുണ്ടെന്നറിയില്ല, ഹരിത നായർ IAS ഇത് അറിയുന്നുണ്ടെന്നറിയില്ല, ആരാണിത് മനസ്സിലാക്കുന്നറിയില്ല. എന്തായാലും മറിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സ്കൂളിലും. LP-ക്കാർക്ക് 7 രൂപ കൊടുത്തിട്ട് അവർക്ക് എന്തൊക്കെയാണ് ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി എന്ന് പറയാം. അവരുടെ കഥ. 10 രൂപ UPS-കാർക്ക് കൊടുത്തിട്ട് അവരുടെ ഹൈസ്കൂൾ ആ ഭാഗത്തിന് 10 രൂപ കൊടുത്തിട്ട് ഇങ്ങനെ പറയും. PTA-യിൽ പൈസ ഉണ്ടോ? ഇല്ല. അംഗൻവാടിക്ക് PTA ഉണ്ടോ? ഇല്ല. അംഗൻവാടിക്ക് പഞ്ചായത്ത് പൈസ കൊടുക്കുമോ? ഇല്ല. പിന്നെ എവിടെ നിന്നാണ് ഇതിൽ ചെയ്യേണ്ടത്? അവർ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. റിയലിസ്റ്റിക്കായി നമുക്ക് മെനു തയ്യാറാക്കാം, അല്ലെങ്കിൽ തയ്യാറാക്കുന്ന മെനുവിനനുസരിച്ച് ആളുകൾക്ക്, അംഗൻവാടിക്കാർക്ക് പണം കൊടുക്കണം. അവരുടെ മൊബൈൽ ഫോൺ തീർന്നിട്ട് 7-8 വർഷത്തിന് മുമ്പേ കൊടുത്തൊരു ഫോണാണ്. അതിൻ്റെ ടച്ച് സ്ക്രീനും എല്ലാം പോയി ആകെ നാശക്കോട്ടയായി. അതിൽ വഴി അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വന്തം മൊബൈൽ ഫോൺ വഴി ചെയ്യേണ്ടി വരുന്നു. അത് ഓൺലൈൻ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ടൊക്കെ അയക്കണം. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള മെനു കൂടെ കൊടുത്തുകൊണ്ട് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നത്. ഈ മെനു നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. എന്നാൽ നടപ്പിലാക്കിയില്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളുമുണ്ട്. മീറ്റിങ്ങിൽ ആരെങ്കിലും ഒരാളോ 2 ആളോ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ 2 പേർ ചിലപ്പോൾ അവിടെ ചെയ്ത് കാണും ഇതിലേതെങ്കിലും കാര്യം. അത് വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരോട് പറയും ഇവർക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ, വേണമെങ്കിൽ ചെയ്തേ നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത മാനസികമായ സമ്മർദ്ദം കൊടുത്തുകൊണ്ടുള്ള ഒരുതരം പരിപാടിയാണ് നടന്നു വരുന്നത്. ഒരു സാഹചര്യത്തിലും ഇത് അനുവദിക്കാവുന്നതല്ല. റിയലിസ്റ്റിക് ആയിട്ടുള്ള യാഥാർത്ഥ്യബോധമുള്ള മെനു തയ്യാറാക്കുക, അതിനാവശ്യമായ സാധനങ്ങളോ പണമോ കൊടുക്കുക. ഇനി വേറൊരു തമാശ കൂടെയുണ്ട്. ഇത് അംഗൻവാടിക്കാർ ചെയ്തതിന് ശേഷമാണ് അവർക്ക് ബില്ല് കൊടുക്കുന്നത്. അഡ്വാൻസ് പേയ്മെൻ്റ് ഇല്ല. അത് വേറൊരു തമാശ. അപ്പോൾ അംഗൻവാടിയിലുള്ള വർക്കർ അല്ലെങ്കിൽ ഹെൽപ്പർ അവരെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ 5 രൂപ 200 300 400 രൂപയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ചെല്ലുമ്പോൾ 100 രൂപ
അതിനുശേഷം കൊടുക്കുന്ന ബില്ലുകൾക്ക് കിട്ടും. ഇതൊക്കെ എന്ത് സംവിധാനമാണ്, എന്താണെന്നും ആർക്കും അറിയില്ല. എന്നാലും നമ്മൾ നമ്പർ 1 ആണ്. കേരളം മാതൃകയാണ്. എല്ലാവരും ഓടി വന്നോളൂ.